എനിക്കറിയാം എന്റെ തൊണ്ടി സാധനം എപ്പോഴും എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ ആണുങ്ങൾ എപ്പോഴും പുറത്തു പോകുന്നവരാ, അപ്പോഴേ സമയം പോകുന്ന അറിയത്തില്ല. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു രസം വേണ്ടായോ? തോമാച്ചോ, ഇന്ന് പ്രതിപക്ഷം ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അമ്മായി അച്ഛനെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവായിരുന്നില്ലേ? ഒന്നുമല്ലൊരു ഒരു പ്രായമായ മനുഷ്യനല്ലേ? അയ്യോടി, 70-ാം വയസ്സിൽ മോട്ടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ, ഇല്ലോ മാച്ച? പിന്നെ എന്ന് എനിക്ക് വരെ കാണുമ്പോ യൂണിഫോം ഇട്ട് എഴുന്നേറ്റിരിക്കാൻ പറ്റൂ? അപ്പോൾ തന്റെ ഭർത്താവ് ഒരു ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം ഭാര്യ മനസ്സിലാക്കണം. അതാണ് ഭാര്യ. അല്ല, ഈ ഭാര്യ എന്നൊക്കെ വെച്ചാൽ എന്താണോ മാച്ച? എന്നാ ഞാൻ പോയി ഒന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. അല്ല തോമച്ചോ, ഇവനെ എങ്ങനെയാ ഒന്ന് കൈകാര്യം ചെയ്യുന്നത്? ഏതാ എന്റെ സെക്ഷൻ? സെക്ഷൻ കുമ്പസാരം തന്നെ. ശരി, എന്നാ ഞാൻ പോയെന്ന് കുമ്പസരിച്ച് വെച്ചും വരാം. ഇൻസ്പെക്ടർ സാർ ഒന്ന് സുല്ല് പാടും. ഞാൻ ശോഭനയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എത്ര വിളിച്ചാലും മുകളിലോട്ട് പോവരുതെന്ന്. നീ എന്നത്തിന് അങ്ങനൊക്കെ പറയാൻ പോയി? ആ, പെണ്ണുങ്ങൾക്ക് ഒരു വില വേണ്ടായോ? അപ്പോഴേ ഇത് നമ്മുടെ വീടല്ല. പോണം, കുളിക്കണം. ഇന്ന് എനിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഞാൻ തൊപ്പിയൊക്കെ അങ്ങ് ഊരിക്കളഞ്ഞു. ഇപ്പൊ നീ മുമ്പ് കണ്ട ഗമയൊന്നുമില്ല. ഇല്ല, ഞാൻ വരുന്നില്ല അങ്ങോട്ട്. തോമാച്ചോ, കുമ്പസരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവൾ വരുന്നില്ലെന്നാ പറയുന്നത്. ഇവിടെ ഇല്ലാതെ ഞാൻ മോളോട് എന്ത് കാര്യം? അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ അങ്ങ് കഴിഞ്ഞോളാം. രാമേ, വിരോധത്തിൽ ഒരു കയ്യിൽ ഇഞ്ഞോട്ട് തയ്ച്ചങ്ങനെ. ഇപ്പൊ എന്തായടി, പെണ്ണുങ്ങളുടെ വില എവിടെ പോയി? എടി, ഞങ്ങൾ ആണുങ്ങൾ പകല് പല അടവുകളും കാണിക്കും, പക്ഷെ രാത്രിയായ ഞാൻ കുറങ്ങാനൊരു കൂട്ട് വേണം. അതിനെ ഞങ്ങൾ എങ്ങനെ വേണേ വളയും. അതിന് പാകത്തിനാ ദൈവം ഞങ്ങളുടെ നട്ടല് സൃഷ്ടിച്ചിരിക്കുന്നു. നീ ചെല്ല്, ലുങ്കി എടുത്തോട്. പോ പോ പോ. നിന്നോട് വെച്ചാൽ സ്റ്റേഷനിൽ ഇപ്പൊ സമയമായിരുന്നു. വലിയ ഉപകാരം. ചീപ്പ് വെക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഈ ഒന്നും പറഞ്ഞോടല്ലോ, പറഞ്ഞാ ഉടനെ അങ്ങ്. അത് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഈ പിണക്കൊക്കെ ഒരു ഭംഗിയാണ്. ഇത് രാവിലെ എണീറ്റാ വൈകുന്നേരം ഉറങ്ങുന്നവരെ ഈ മോന്തയിനെ വലിച്ചിട്ട് നിർത്തിയാല് ആരും ഇഷ്ടപ്പെടത്തില്ല. അവനങ്ങ് സഹിച്ചു വിടുക. ഒറ്റ മോളെ ഉള്ളൂ എന്ന് പറഞ്ഞ പോക്കറ്റിലിട്ട് വളർത്തിയാല് പിന്നെ കെട്ടുന്നവനടി പാട്. എന്റെ ബെസ്റ്റോടെ, എന്റെ ബെസ്റ്റോടെയാണ്. എനിക്കെങ്ങനെ അറിയാം? ഞാൻ താഴെ പോയി രാമെടുത്ത് പോയിക്കാടി എന്റെ ബെസ്റ്റോടെ. ഓ, അത്രക്കുള്ള സ്ഥാനമല്ലേ എനിക്കുള്ളൂ. അയ്യോ കഷ്ടം. എടി, ഇതിനകത്തൊരു ഡെഡ് ബോഡി പോയാൽ തിരിച്ചറിയാൻ പറ്റത്തില്ലോടി. എന്നൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നത് എന്നാടി ഇത്? അത് മൂട്ടേ കൊല്ലാനാ. ആ, മൂട്ടേ. എന്താടി, എന്തായിരുന്നു? എന്തിനാ കരയാണെന്ന്? ഇവിടെ ബന്ധുണ്ടായേ? അച്ഛൻ ഇന്നലെ വാങ്ങിച്ചോണ്ടെന്ന മിഠായി. ഓ, എന്ന് ഒരു സാധനം എടുത്ത് സ്വാതന്ത്ര്യമായിട്ട് എറിയുന്നതിന് മുമ്പ് എന്തെല്ലാം ആലോചിക്കണം എന്റെ ദൈവമേ. നീ കരയേണ്ട ആവശ്യം എന്തുവാ? ഞാൻ അറിഞ്ഞ മിഠായി അല്ലേ, നിന്റെ അച്ഛനല്ലല്ലോ. ഓ, മിഠായി എല്ലാം കൂടെ കഴിച്ച് വളരാൻ പറ്റിയ ഒരു പ്രായം. നമ്മുടെ സ്റ്റേഷന്റെ പോക്കത്ര ശരിയല്ല. എന്തു പറ്റി? ഒരു പെറ്റി കേസ് പോലും വരുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ മാസക്കടശാവുമ്പോൾ ഇറക്കങ്ങോട്ട് ഇറങ്ങുന്നത്. അതെങ്ങനാ കോയപ്പിള്ളേ, ഒരു കാരണവുമില്ലാതെ ആൾക്കാരെ ചുമ്മാ പിടിച്ച് ലോക്കപ്പിലിടുന്നത്? അയ്യോ, ചുമ്മാ അല്ല സാർ, കാര്യമുണ്ട്. രാവിലെ ഓരോരുത്തന്മാർ കുളിച്ചൊരുങ്ങി റോഡിലോട്ട് ഇറങ്ങുന്നതേ നിയമം ലംഘിക്കാനാ. നടക്കുമ്പം, റോഡ് ക്രോസ് ചെയ്യുമ്പം, സൈക്കിളെ വിട്ടുമ്പം, കാർ ഓടിക്കുമ്പം എന്ന് വേണ്ട, നാക്കെടുത്ത നിയമലംഘനമായി ഇവിടെ. സാറൊന്ന് തഞ്ചമായിട്ട് നിന്നാ ഗോപിപ്പിള്ള ഈ ലോക്കപ്പ് നിറച്ചുരുപ്പടി കൊണ്ട് തരും. പപ്പനവളെ ഒരു മുറുകാൻ കിടത്തെ. ഇവിടെ എന്താണോ വാലന്മാരോ പൂവാലന്മാരോ ഒക്കെ ശല്യം ചെയ്യുന്നെന്ന് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരിക്കുന്നല്ലോ. ഇപ്പോഴെങ്കിലും അവിടെ കേട്ടല്ലോ. ഇവിടെ അതേ ഉള്ളൊരു ശല്യം. മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ മേല. കോളേജിൽ പഠിക്കുന്ന പെമ്പിള്ളേരാണെങ്കിൽ ചെറിയ വിഷയം കൊണ്ട് കഷ്ടപ്പെടുക.
എന്തോന്ന് പപ്പനാവുള്ളേ, ഈ തൊട്ടനും പിടിച്ചതിനും ഒക്കെ പോലീസിനെ കാത്തിരിക്കുന്നേ. നിങ്ങൾക്ക് 4-5 പേർക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ പിന്നെ ഞങ്ങൾ കോടതിക്കകത്ത് കയറണ്ടായോ? പിന്നെ അങ്ങനെ ആർക്കും കയറി കൈകാര്യം ചെയ്യാവുന്ന പിള്ളേരല്ലല്ലോ ഈ ചെയ്യുന്നത്. കുറ്റകൃത്യം ചെയ്താലും ആളും തരവും നോക്കിയല്ലേ ശിക്ഷിക്കാൻ പറ്റൂ. അത് നമുക്കിട്ടൊരു വായ്പ വെച്ചതാണല്ലോ പപ്പനാവുള്ളേ. അവിടെ ഇരിപ്പുണ്ട്, സാറി ഒന്ന് കൈകാര്യം ചെയ്യാമെന്ന് നോക്ക്. ഞാൻ നോക്കട്ടെ. നിങ്ങളിൽ ആരാ വാലൻ, ആരാ പൂവാലൻ? കുഞ്ഞെന്തിനാ വെയിലത്ത് ഈ കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉണങ്ങുന്നത്? വീട്ടിലിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. ഓ, എന്നാ പറയാനാ ഗോപിളെ, വീട്ടിലെല്ലാ മുറിയും അപ്പച്ചൻ കയറി അങ്ങ് AC ചെയ്തിരിക്കുക. എപ്പോഴും ആ തണുപ്പത്തിരുന്നാൽ നമ്മുടെ വീര്യമൊക്കെ അങ്ങ് കെട്ടു. അതുകൊണ്ട് അല്പം വെയിൽ കായാനായി വന്നിരിക്കുക. ആ തീപ്പെട്ടി ഇങ്ങനത്തെ ഗോപിളെ. ബെന്നിക്കുഞ്ഞിങ്ങോട് വന്നാട്ടെ. ഗോപിള്ളക്ക് ഒരു കാര്യം പറയാം. അതെ, നമ്മുടെ ഈ ഇരിപ്പ് ഇവിടെ ഒന്ന് മാറ്റുന്നതാ അതിന്റെ ഒരു ഭംഗി. എന്താന്ന് വെച്ചാല് ഈ ഇരിപ്പിനെ പറ്റി പൊതുജനത്തിന് അത്ര നല്ല അഭിപ്രായമില്ല. ഏത് പൊതുജനത്തിനാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത്ര വലിയ ബുദ്ധിമുട്ട്? അല്ല, ഇപ്പോഴത്തെ ഏമാൻ സ്വല്പ പെശകാന്ന് വെച്ചാല് പുള്ളിക്ക് വർത്തമാനം പറയുന്ന രീതി വലിയ വശമില്ല. കേറി മുഖത്തടിച്ച് കൊണ്ട് സംസാരിക്കും. അത് സാരല്ല, ഗോപിള്ള വയ്ക്കോ, ഞാൻ കൈകാര്യം ചെയ്തോളാം. ഗോപിള്ളൊന്ന് പറഞ്ഞോട്ടെ. അങ്ങേര് ഒന്ന് വല്ലതും പറഞ്ഞാൽ അത് കുഞ്ഞിനും ക്ഷീണമാ, മാർക്ക് മുതലാളിക്ക് അതും ക്ഷീണമാ. അതാ കാര്യം. എന്താ കൂടെ കാര്യം? ഓ, നമ്മുടെ പുതിയ ഏമാന്റെ കാര്യം പറഞ്ഞതാ. ആ, ഇന്ന് ഉണ്ടല്ലോ കുറെ ഐറ്റംസ്. രാവിലെ കാപ്പി കുടിക്കാൻ പോയോണ്ട് ഭയങ്കര വിശപ്പ്. വയറ് കാഞ്ഞിരുന്ന് കുടല് നാശമായി. ഫസ്റ്റ് ക്ലാസ് നെല്ലിക്ക. ഇതാണ് പണ്ട് മുതലേ ആൾക്കാർ പറയുന്നത് ഐശ്വര്യമുള്ള പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാവൂ. ആ, ഊണ് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് റെഡിയാണ്. എന്തിന്? ഒരു സ്ഥലം വരെ പോണം. എവിടെ? മിസ്റ്റർ നാരായണപിള്ളയെ കാണാൻ പോകുന്നു. എന്റെ അച്ഛനെ അങ്ങനെ വിളിക്കരുത്. ശരി, എങ്കിൽ എന്റെ അമ്മായച്ഛനെ കാണാൻ പോകുന്നു. വരുന്നേ ഒന്ന്. ഇന്നലെ അദ്ദേഹം ഇവിടെ വന്നെന്നോ എന്നെ അന്വേഷിച്ചെന്നോ ഒക്കെ ആരോ പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് സബ് ഇൻസ്പെക്ടർ രവികുമാർ അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് പോകും. ഇതിനപ്പുറം എങ്ങനെ ഞാൻ നിന്റെ അച്ഛനുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ? അതറിയാൻ വയ്യാഞ്ഞിട്ടാ. അച്ഛനെ കാണാൻ IG വീട്ടിൽ വരും. IG നിന്റെ അച്ഛന്റെ കക്ഷത്തിരിക്കല്ലേ? വല്ല അല്ലോട്ടക്ക് ഹെഡ് കോൺസ്റ്റബിളിനെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി കാണും IG എന്നും പറഞ്ഞു. ആ, പിന്നെ ഒരു കാര്യം, ഞാൻ നിന്റെ ഭർത്താവായിട്ടാണ് അങ്ങോട്ട് വരുന്നത്. എനിക്ക് കിട്ടേണ്ട റെസ്പെക്ട് എല്ലാം എനിക്ക് വാങ്ങിച്ചു തരണം. അവിടെ വരുമ്പോ ഇങ്ങനെ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയും. ആ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ അച്ഛനെ ഒന്ന് വിളിച്ചു പറയണം. അങ്ങനെ വീട്ടിൽ തന്നെ ആടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഇവരോട് പ്രത്യേകം പറഞ്ഞതാവുന്നു ഫോൺ ചെയ്തിട്ട് പോരാമെന്ന്. ഒരു മുന്നറിയിപ്പും കൂടാതെ വന്നാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല. അത് പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാകുക. നിന്റെ അച്ഛൻ നാറാനുള്ളേക്ക് ഒരു കരിക്കുണ്ടാക്കാനാണ് വേണ്ടി ബുദ്ധിമുട്ട്. ഒരു കരിക്കെല്ലാം കൊണ്ടുതരാം. ഒരു ഒന്നാം തരം മരുമോനെയല്ലേ അടിച്ചെടുത്തിരിക്കുന്നത്, ഇല്ലേടി? എല്ലാം കൂടെ 3 ലക്ഷം രൂപയായി. എയർ കണ്ടീഷൻ ചെയ്തതാ. മോക്ക് തണുപ്പ് കിട്ടുന്നുണ്ടോ? ഉണ്ടച്ചാ. ആ, സബ് ഇൻസ്പെക്ടർ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, എനിക്ക് AC യുടെ തണുപ്പിനേക്കാൾ അതിനൊരു വൃത്തികെട്ട നാറ്റമുണ്ട്. അത് കാരണത്തായാലും അതിന്റെ ഗുണം കാണിക്കും. അത് ആദ്യമായോണ്ട് തോന്നുക. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് വരികയില്ല.
ആഹാരം ഉണ്ടാക്കി ഉരുട്ടി കൊടുത്താ കഴിക്കാത്ത ആളാ. പിന്നല്ലേ ആഹാരം ഉണ്ടാക്കി കഴിക്കുക. പണ്ടേ ഞാൻ പറഞ്ഞതാ, ഇവിടെ താമസിച്ചാ പോരെ. വല്ല അസൗകര്യം ഉണ്ടോ? അല്ല, സബ് ഇൻസ്പെക്ടർ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ലായിരിക്കും. ശോഭനെ, എടി നമ്മൾ അന്ന് വന്നപ്പോ ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്തുവാ ഇത്? പട്ടിയോ? ആ മോളെ, ഇന്നലെ DSP വന്നിരുന്നു. നിനക്കറിയാം രാമകൃഷ്ണമാവനെ. DSP ആണെങ്കിലും അയാൾക്ക് അതിന്റെ പോസും പത്രാസും ഒന്നുമില്ല കേട്ടോ. ശോഭനെ, ആ? ഇത് കൊള്ളാവനടി. ഭഗവാൻ കൃഷ്ണൻ. അയ്യോ, നല്ല ഭംഗിയുള്ള കൃഷ്ണൻ അല്ലേ? ഭഗവാനാണെങ്കിലും അതിനതിന്റെ പോസും പത്രാസും ഒന്നുമില്ല. ആ മോളെ, ഇങ്ങോട്ട് നോക്കിയേ. ആ, നീ പറഞ്ഞൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ കയറി അങ്ങോട്ട് പറഞ്ഞ ഇൻസ്പെക്ടർക്ക് പിടിക്കുവോ? ഒന്ന് പറഞ്ഞു നോക്ക്, നല്ലൊരു കാര്യമല്ലയോ? ആളൊരു ടൈപ്പാ. സമയവും സന്ദർഭവും നോക്കി വേണം വല്ലതും പറയാൻ. ഒരു ടൈപ്പും ഇല്ല. നമ്മുടെ മുമ്പിൽ വെച്ചാ കൊച്ചിനെ വാരുമെങ്കിലും അതിന് ജീവനാ. വലിയ വാചകമൊക്കെ അടിച്ചല്ലോ. അമ്മായിച്ചനെ കാണാൻ പോയിരിക്കേ ലീവ് എടുത്ത്. ആ ഗ്ലാസ് ഇങ്ങ് തന്നെ. നീ എന്നെ തടി ഗോഷ്ടി കാണിക്കുന്നത്? എന്റെ ഭർത്താവ് അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് കുടിച്ചോ. പക്ഷെങ്കിൽ അത് ആരും അറിയുന്ന എനിക്കിഷ്ടമല്ല. എങ്ങനുണ്ട് അമ്മായിയപ്പനെ കണ്ടിട്ട്? മരുമോന്റെ മുഖത്തൊരു പ്രസന്നതയൊക്കെ കാണുന്നുണ്ടല്ലോ. കാർ കേട്ടിട്ടുണ്ടോ തോമാച്ച? കാറോ? വെറും കാറല്ല, ഇംബാല കാർ, എയർ കണ്ടീഷൻ ചെയ്ത കാർ. ഓ, എന്തൊരു തണുപ്പാണെന്നോ. ഇതാ നോക്കി, അച്ഛന്റെ കാറ് കയറിപ്പ് തുടങ്ങിയതാ. ഒന്ന് ചുമ്മാ ഇരി ശോഭനെ, അതൊക്കെ ആണുങ്ങളുടെ കണ്ണുകടിയാ. ഒരു ഇമ്പാല കാറ് വാങ്ങാന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമാണോ? പക്ഷെ ഒന്ന് ഞാൻ പറയാൻ രാജമേ, കാര്യം ഇതൊക്കെ ആണെങ്കിലും എനിക്ക് എന്റെ അമ്മായിയച്ഛനെ സത്യം പറഞ്ഞാൽ വലിയ ബഹുമാനം. ഈ വയസ്സുകാലത്ത് എടി, നിന്റെ അച്ഛൻ ഒരു 10-75 വയസ്സാണത്തിലടി. ഓ, പിന്നെ അച്ഛന് 60 വയസ്സേ ആയുള്ളൂ. 60 വയസ്സേ ആയിട്ടുള്ളൂ. 60 വയസ്സാണെങ്കിലും ഒരു കാല് വയ്യെങ്കിലും പുള്ളി ഇപ്പോഴും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് കണ്ടാൽ എന്റെ പൊന്നു തോമാച്ചാ നമ്മൾ ചെറുപ്പക്കാരെ നാണിച്ചു പോകും. പിന്നെ ഈ ഉണ്ടാക്കിയ കാശും പ്രതാപവും ഒക്കെ സ്വല്പം കുറുക്ക് വഴി കൂടെ ആണെങ്കിൽ തന്നെയും. നിങ്ങൾ ഇങ്ങനെ ഭരണകക്ഷിയും പ്രതിപക്ഷമായിട്ട് നടന്നത് എവിടെ പോയി നിൽക്കും? എന്തു പറ്റി? അല്ല, ഇൻസ്പെക്ടർ റഹ്മാൻ എന്നും ഇങ്ങനെ കള്ളനും പോലീസും കളിച്ച് നടന്നാ മതിയോന്ന്? ആ, എന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് സെറ്റിൽ ഡൗൺ ചെയ്യണ്ടേ? എടീ, പറഞ്ഞ മനസ്സിലായില്ലേ നിനക്ക്? സെറ്റിൽ ഡൗൺ ചെയ്യാൻ ഇരിക്കും. തൽക്കാലം സ്വല്പം സ്ഥലം വാങ്ങിച്ചൂടെ? എന്നാൽ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. അതിനടുത്തൊരു 10 സെന്റ് സ്ഥലം സഹായ വിലക്ക് കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങിച്ചൂടെ? അല്ല, സ്ഥലമൊക്കെ വേണം, വാങ്ങിക്കണം എന്നുണ്ട് ലേഡി. പക്ഷെ ഉടനെ വാങ്ങിക്കാന്ന് വെച്ചാൽ ഓ, കാശിന്റെ പ്രശ്നമായിരിക്കും. ഒരു 19,000 രൂപ വരെ നമുക്ക് വേണേ കടം കൊടുക്കാം. ലേഡി രാമോ? ആ, അതിനെന്താ? അപ്പൊ 50,000 രൂപ ഞങ്ങൾ സഹായിക്കാം. പിന്നൊരു 50,000 കൂടെ ഒപ്പിച്ചാൽ മതി. നല്ല സ്ഥലമാണ്, അടുത്ത് കായലും കാറ്റും ഒക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നാളെ മറ്റന്നാളെ വാക്ക് കൊടുക്കണം. ഞങ്ങള് അതിനെപ്പറ്റി ഒന്ന് കാര്യമായിട്ട് ആലോചിക്കാം. സോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.